ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നേ, ഖത്തറിൽ വിടുന്നു ഇനി നാട്ടിൽ എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും റെസ്പോൺസ് ഉണ്ടാവുമെന്നോ വ്യൂസ് ഉണ്ടാവുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും ഇരട്ടി വ്യൂസും റെസ്പോൺസുമാണ് അതിനകത്ത്. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ടു, എല്ലാവരും റെസ്പോണ്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് താങ്ക്സ്. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഖത്തറിൽ നിന്ന് പോകുന്ന അന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ പെട്ടിയുടെ വെയിറ്റൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ കാർഗോയിൽ അയച്ചിരുന്നു. ബാക്കി കുറേ ഇനി ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ ഓഫീസിലുള്ളവരാണ്. ചേട്ടൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്, കൂടെ വർക്ക് ചെയ്യുന്നവർ. കുറച്ച് പേരേ ഉള്ളൂ, ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ പൊഴിഞ്ഞു പോയി. അവരെല്ലാവരും നമ്മൾ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ബൈ പറയാൻ വേണ്ടി വന്നതാണ്. കൊച്ചിനെ കളിപ്പിക്കുകയാണ് കുറേ പേരൊക്കെ. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ബൈ ഒക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ടു. ഞങ്ങളവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ലാസ്റ്റിൽ ഒന്നും കൂടി ഖത്തർ കണ്ണ് നിറച്ച് കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ടിലെത്തി പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് ട്രോളിയിലൊക്കെ വെച്ച് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് അങ്ങ് പോവുകയാണ്. എന്തോ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് എയർപോർട്ടിലേക്ക് കയറുമ്പോൾ. നല്ല സാരമില്ല, എല്ലാം നല്ലതിനായിരിക്കും വിചാരിച്ചു. ഇവൻ ശ്രീകുട്ടനെ, ഇവനായിട്ടായിരുന്നു കൊച്ച് കളിച്ചുകൊണ്ടിരുന്നത് നേരത്തേക്ക്. ആകെ ഇവൻ മാത്രമല്ലേ ഇവിടെ കമ്പനിക്കുള്ളൂ. അവനോട് ബൈയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ശ്രീകുട്ടന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പതുക്കെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നല്ല തിരക്കെന്ന് പറയാൻ മാത്രം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. യൂഷ്വലി നല്ല തിരക്കുണ്ടാവാറുണ്ട്, അത്ര തിരക്കില്ല, കുറവാണ്. ദോഹ എയർപോർട്ട് ആക്ച്വലി ഒരുപാട് വലുതാണ്, നല്ല വലിയ എയർപോർട്ടാണ്. പക്ഷെ നല്ല രസമാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ടെഡി ഉണ്ട് അവിടെ. കൊച്ചാകപ്പാടെ എയർപോർട്ടൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത്ഭുതത്തോടു കൂടിയാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. മേലോട്ടൊക്കെ നോക്കുമ്പോൾ നിറയെ ലൈറ്റും കാര്യങ്ങളും, നിറച്ച് ആൾക്കാരും, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പെട്ടിയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ. അതൊക്കെ നോക്കി ഇത്രയധികം ആൾക്കാരെയും കണ്ടിട്ടില്ല. എല്ലാം നോക്കി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലൈറ്റൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആ ടെഡീനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നോറും പുള്ളി ആ വലിയ ടെഡീനെ ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് നോക്കി. ലൈറ്റൊക്കെ കത്തി കിടക്കണ കണ്ടപ്പോൾ ഇത്ര വലിയ സാധനത്തിന് അവനും ആദ്യമായിട്ടല്ലേ കാണണേ. ഞാൻ കുറേ നേരം അതൊക്കെ നോക്കി. നമ്മൾ എയർപോർട്ടിലെത്തി, ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി എല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മളിനി ഒരു ഗാർഡൻ ഉണ്ടല്ലോ എയർപോർട്ടിൻ്റെ അകത്ത്, ഗാർഡൻ ലോഞ്ച്, അത് കാണാൻ വേണ്ടി പോവുകയാണേ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ എയർപോർട്ടിൽ വന്നപ്പോൾ പുള്ളി കണ്ടായിരുന്നു, ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് എയർപോർട്ടിൻ്റെ അകത്തൂടെ ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ടാകുന്നത് കണ്ടിങ്ങനെ നടക്കുക. കുറേ ലക്ഷറി കാർസിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും കേട്ടോ എപ്പോഴും ഖത്തർ എയർപോർട്ടിൽ. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നടക്കുകയാണ്. നടന്നിട്ട് വേണം നമുക്ക് മെട്രോ എടുത്ത് ആ ലോഞ്ചിൻ്റെ അങ്ങോട്ട് പോകാൻ, ഗാർഡൻ ലോഞ്ചിൻ്റെ അങ്ങോട്ട്. അവിടെ നമ്മൾ ലിഫ്റ്റ് കയറി മെട്രോയിലെത്തി. മെട്രോയിൽ കയറിയിട്ട് നേരെ ലോഞ്ചിൻ്റെ അങ്ങോട്ട് പോവാണ്. ആൾ മെട്രോയിൽ കയറിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കളിക്കുകയാണ്, കമ്പിയിലൊക്കെ പിടിച്ച്. അങ്ങനെ കുറച്ച് ദൂരമുള്ള മെട്രോയിൽ പോകാനായിട്ട്. മെട്രോയിൽ ചെന്നു നമ്മളവിടെ ഇറങ്ങി. അവിടെ കുറച്ചും കൂടി നടക്കാനുണ്ട് ലോഞ്ചിലേക്ക്. ഇവിടെയുണ്ട് കുറേ കാറിൻ്റെ കളക്ഷൻസ്. പിന്നെ ഈ ബിനാലിൽ കാണും പോലെ കുറേ ഇൻസ്റ്റലേഷൻസ് ഖത്തർ എയർപോർട്ടിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. എന്താണെന്നൊന്നും അറിയില്ല, കുറേ വലിയ വലിയ അർത്ഥങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. കൊച്ചാണെങ്കിൽ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളാണെങ്കിൽ പേടിച്ചാണ് അവനെ കൊണ്ടുപോകണേ. ഫ്ലൈറ്റിൽ അലമ്പാക്കുമോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി ഇതുവരെ. ഫ്ലൈറ്റ് കയറുമ്പോൾ എങ്ങനെയാവും എന്നുള്ള ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോണത്. ആൾക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം കയറാൻ. അങ്ങനെ നമ്മൾ ലോഞ്ചിലെത്തി. ലോഞ്ച് കാണാൻ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ദോഹ എയർപോർട്ട് വഴി പോകണം, ആരും ഇത് മിസ് ചെയ്യരുത്. നല്ല രസമാണ്. ഒരു കാടിൻ്റെ ആംബിയൻസ് തന്നെയാണ്. ഒറിജിനലായിട്ടുള്ള പ്ലാൻസാണ് അതിനകത്തുള്ളതൊക്കെ മിക്കതും. ഇങ്ങനെ ഫേക്കായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ മോസ്റ്റ്ലി എല്ലാം ഒറിജിനലാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്.
വെറുതെ നിലത്തൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ ടെൻറ്റ് പോലത്തെയൊക്കെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക. ചുമ്മാ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഈ ആ തടിയുടെയൊക്കെ ടേബിൾ പോലെയൊക്കെ കണ്ടോ, ചുമ്മാ ബെഞ്ച് പോലെ, അതിലൊക്കെ കിടന്നുറങ്ങുക. കുറേ പേര് പുതച്ച് മൂടിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. കാടിൻ്റെ ആംബിയൻസ് കിടന്നുറങ്ങണ പോലെ നല്ല കിളികളുടെ ചിലപ്പും വെള്ളം വീഴുന്ന സൗണ്ടും ചീവീടിൻ്റെ കരച്ചിലും ഒക്കെ കേട്ട് കാട്ടിൽ കിടന്നുറങ്ങണ പോലത്തെ ഒരു ഫീലാണ്. ആ ടെൻറ്റിൻ്റെ അകത്തൊക്കെ ആൾക്കാരിരുന്നിട്ട് കുറേ ടെൻറ്റ് പോലത്തെ കൂടാരം പോലത്തെ സാധനങ്ങളുണ്ടോ, അതിൻ്റെ അകത്തൊക്കെ കുറേ പേരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു ഫാമിലി സെറ്റ് പോലെ എല്ലാവരും അതിനകത്ത് ഇരിക്കുകയാണ്. ഒത്തിരി പേര് കിടന്നുറങ്ങുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല ആംബിയൻസാണ് മൊത്തത്തിൽ. അപ്പോൾ ലോഞ്ച് കാണുകയും ചെയ്യാം, കൊച്ചിന് ഫുഡും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ 2 ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഞങ്ങൾക്ക് വിശന്നായിരുന്നു, അപ്പോൾ അതുമൊക്കെ കഴിക്കാം, എന്നിട്ട് ഫുൾ സെറ്റായിട്ട് കയറാമല്ലോ. ഗേറ്റ് ഓപ്പൺ ആക്കാൻ ഇനിയും ടൈമുണ്ട്. അപ്പോൾ ഇത് കാണുകയും ചെയ്യാമല്ലോ എന്നോർത്ത് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫുൾ ചുറ്റി കണ്ടു. എന്നിട്ട് ഞാൻ ജസ്റ്റ് മുകളിലേക്കൊന്ന് കയറി നോക്കാൻ പോയി. ചേട്ടനും കൊച്ചും താഴെ ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് മുകളിൽ എന്താണെന്നറിയാൻ ചുമ്മാ കയറി നോക്കി. സ്റ്റെയർ കയറി മുകളിൽ പോയാലും മേളത്തെ ഡിസൈനൊക്കെയാണ്, നല്ല രസമാണ്. അങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ അച്ഛൻ മോൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, വീഡിയോ ഒക്കെ. മോനാണെങ്കിൽ ഇലയൊക്കെ പറിച്ചെടുക്കുകയാണ്. അച്ഛൻ പിടിച്ച് വെച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ മേളിൽ നിന്ന് കയറി ഇങ്ങനെ മുത്തേന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ചേട്ടൻ കാണിച്ചു കൊടുക്കണം കൊച്ചിന്, തരാം അമ്മ വിളിക്കണം മേലോട്ട് നോക്കാൻ പറഞ്ഞു. അവനാണെങ്കിൽ ഇല പറക്കണ തിരക്കിലായിരുന്നു. അവനെ കഴുത്തൊക്കെ പൊക്കി കാണിച്ചു കൊടുക്കണം, മേലോട്ട് നോക്കണം അമ്മ നോക്കണം എന്ന് പറഞ്ഞിട്ട്. അവൻ കണ്ടൊന്നുമില്ല, അവൻ ചുറ്റുപാടും ഇലയൊക്കെ നോക്കിയിരിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ താഴേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ ഇലയെല്ലാം പറിച്ച്, അവനാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി അതൊക്കെ പറിച്ച് വായിലേക്ക് വെക്കണം. ഇലയൊക്കെ പറിച്ചെടുക്കുക. അതൊക്കെ ഒറിജിനലാണ് കേട്ടോ, എല്ലാം ഒറിജിനൽ ഇലയാണ്, ഒറിജിനൽ ചെടികളുമാണ്. അവനെ ആ മരക്കുറ്റിയിൽ ഇരുത്തിയേക്കാണ്. അങ്ങനെ ഞാൻ ഓർത്തു അവന് ഫുഡ് കൊടുക്കാൻ ഇനിയിപ്പോൾ കൂടുതൽ ലേറ്റ് ആക്കണ്ടെന്ന് ഓർത്തു. ആൾ പക്ഷേ ഫുഡ് കൊടുക്കണതിന് മുന്നേ ഒന്ന് തറയിലേക്ക് ഇറക്കിയപ്പോഴത്തേക്കും അവിടെ മുട്ടുകുത്തി നടക്കാനുള്ള ശ്രമത്തിലാണ്. പുള്ളിക്ക് ആയപ്പാടെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല രസമുള്ള സ്ഥലം. ഞാൻ അവൻ്റെ ഫുഡ് ഇങ്ങനെ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ ഇനി സ്പൂണിൽ കൂടെ കൊടുത്ത് മേലൊന്നും ആക്കണ്ടല്ലോ എന്നോർത്ത്. ഇവനാണെങ്കിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു ശീലമുണ്ട്, കുപ്പി കൂടെ കുടിക്കുകയാണെങ്കിൽ എൻ്റെ ചെവി, മൂക്ക്, കണ്ണ് ഇതൊക്കെ കുത്തിപ്പൊട്ടിക്കണം, ഇതൊക്കെ പിടിച്ച് വലിക്കണം. മുടി എല്ലാ പിള്ളേർക്കും അങ്ങനത്തെ ശീലം ഉണ്ടെന്ന് തോന്നണം. എനിക്കൊന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ അമ്മമാർക്കും ഒക്കെ അറിയാം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും ഒക്കെ ഈ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും മൂക്ക് പിടിച്ച് വലിക്കുക, കണ്ണ് കുത്തുക. എൻ്റെ കണ്ണൊക്കെ ആണെങ്കിൽ അവൻ പൊളിച്ച് നോക്കും, കണ്ണിലൊക്കെ കുത്തും, മൂക്ക് പിടിച്ച് വലിക്കും, കമ്മൽ പിടിച്ച് വലിക്കും, ചെവി പിടിച്ച് വലിക്കും. ഒക്കെ നല്ല രസമാണത്, പക്ഷേ ഇടയ്ക്കൊക്കെ നല്ല വേദന എടുക്കും. അങ്ങനെ അവൻ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും കാടിൻ്റെ ആംബിയൻസിലിരുന്ന് അവൻ്റെ ഫുഡ് അടിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഡയപ്പർ ചേഞ്ചിങ് റൂമിൽ പോയി ഞാൻ അവൻ്റെ ഡയപ്പറൊക്കെ അങ്ങ് മാറ്റി ഓൾ സെറ്റായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. കയറിയ പാടെ തന്നെ അവൻ ഉറങ്ങി. കയറുമ്പോഴേ അവൻ ഉറങ്ങിയായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ പേടിച്ചാണ് കയറിയത്, ഇവനെ അലമ്പാക്കുമെന്ന്. പക്ഷെ ഭാഗ്യത്തിന് അവൻ ഉറങ്ങി. അങ്ങനെ നമ്മൾ ഖത്തറിനോട് വിട പറയുകയാണ്. പതുക്കെ ഫ്ലൈറ്റൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി. ഇനി ജീവിതത്തിൽ ഖത്തർ കാണുമോ ഇല്ലയോ ഒന്നൊന്നും അറിയില്ല. എന്തായാലും ഇതുവരെ സംഭവിച്ച എല്ലാത്തിനും, ഇതുവരെ തന്ന ലൈഫിനുമൊക്കെ താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ ഖത്തറിനോട് വിട പറഞ്ഞു. ഫ്ലൈറ്റിൽ ഒരു മണിക്കൂർ അടുത്ത് പിന്നെ ഉറങ്ങി നന്നായിട്ട്. അത് ഭാഗ്യമായി ഒരു കണക്കിന്. അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഫുള്ള് അവൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നല്ലൊരു മൂഡായിരിക്കും. അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അവൻ നന്നായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ എയർ ഹോസ്റ്റസ്മാരൊക്കെ വന്ന് ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് പോണത്. അന്നേരം അവൻ എണീറ്റ് പുള്ളി നോക്കിയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് അവൻ കാണാത്തൊരു സാധനം. ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു ഒടുക്കത്തെ കൺജസ്റ്റഡ് ആയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് കണ്ടിട്ടേ ഇല്ല. കാലൊക്കെ വയ്ക്കാൻ ഇത്തിരി സ്ഥലമേ ഉള്ളൂ. സീറ്റൊക്കെ തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ഭയങ്കര കുറവാണ്. അവനങ്ങനെ നല്ല എക്സൈറ്റഡ്, എണീറ്റ പടി നല്ല മൂഡിലാണ്. അവൻ നോക്കിയപ്പോൾ കുറേ മേക്കപ്പിട്ട പെണ്ണുങ്ങൾ, എയർ ഹോസ്റ്റസ്മാർ. പെണ്ണുങ്ങളെ കണ്ടിട്ടാണെങ്കിൽ അവൻ ആകെപ്പാടി ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഭയങ്കര വെപ്രാളമായിരുന്നു. അവരും ഇവനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്യണം. അവൻ അവരെ കണ്ടിട്ട് ഭയങ്കര ആവേശമായി. പിന്നെ ചുറ്റുപാടും നോക്കുമ്പോൾ ആ സീറ്റിൻ്റെ ബാക്കിലും ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആൾക്കാരാണല്ലോ.
അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉറക്കനീറ്റപ്പോഴത്തേക്കും വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാണ് അവൻ. ഭാഗ്യത്തിന് കരഞ്ഞില്ല എന്നുള്ളതാണ്. കരയോ എന്ന് പേടിച്ചാണ് കൊണ്ടുപോയത്. പക്ഷെ കരഞ്ഞില്ല. കരയുന്നതിന് പകരം അവൻ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ആ ഓ ഏ അച്ഛ ഏത്ത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചപ്പാടെടുത്ത് അടുത്തിരിക്കണവരൊക്കെ വിളിക്കുമായിരുന്നു. ഞാൻ വാപത്തിയൊക്കെ പിടിക്കണം, മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഫ്ലൈറ്റിലുള്ള എല്ലാവരെയും അറിയിക്കുന്ന ഭാഗത്തിന് നല്ല കളിയും ചിരിയുമായിരുന്നു. ഒരു കണക്കിന് നന്നായി. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ. കരയുവാണെങ്കിൽ പാടാണ്, ഇത് പിന്നെയും കുഴപ്പമില്ല. ഇവൻ നമ്മുടെ കൂടെയൊക്കെ കളിച്ച് ചിരിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഒരു പൂച്ചക്കുട്ടിയെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടോയ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെ കടിച്ചു കുറച്ചും അടുത്തിരിക്കുന്ന ഒരു പെൺകുച്ചാണ് അപ്പുറത്തെ സീറ്റിൽ. അതിനെ കണ്ടപ്പോഴും വലിയ സന്തോഷമായി. അതിനെ നോക്കിയും ഒക്കെ കളിച്ച് ചിരിച്ച് വലിയ ഹാപ്പി ആയിട്ടിരുന്നു. അങ്ങനെ ഒരു കളിച്ചിരിച്ച് കുറച്ച് നേരം ഇരുന്ന ശേഷം കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ഉറങ്ങി. അതുകൊണ്ട് പിന്നെയും രക്ഷയായി. പിന്നെ നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. ഉറക്കാൻ ഇത്തിരി പാടുപെട്ടു. കാര്യം ഈ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡാണ് സീറ്റ്, ഒട്ടും ഗ്യാപ്പില്ല. അപ്പോൾ ഇവനെയാണെങ്കിൽ പിടിച്ച് കുറച്ച് കുലുക്കിയിട്ടൊക്കെ വേണം ഉറക്കാനായിട്ട്. അങ്ങനെ ചുമ്മാ ഒന്നും ഉറങ്ങുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുലുക്കാനുള്ള സ്പേസൊന്നും എനിക്ക് കിട്ടിയില്ല. ഇത് താഴേക്കുള്ള വ്യൂ, രാത്രിയായിട്ട് ഫുള്ള് ലൈറ്റ്സാണ്. അങ്ങനെ നമ്മൾ ലാൻഡിങ് ടൈം എത്തി. വിചാരിച്ചതിലും പറഞ്ഞതിലും 35 മിനിറ്റ്സ് മുന്നേ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. അന്നേരത്തേക്ക് അവനും എണീറ്റു. ലാൻഡിങ് ആയപ്പോഴത്തേക്കും അവനും പുറത്തേക്കൊക്കെ നോക്കണം എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാണ്ട്. അങ്ങനെ നമ്മൾ നേരെ കൊച്ചി എയർപോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട്. അങ്ങനെ എൻ്റെ വീടാണ് എറണാകുളത്ത്, ചേട്ടൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ കൊച്ചിയിലാണ് വന്നിറങ്ങുന്നത്. ഫ്ലൈറ്റ് ചാർജൊക്കെ നോക്കുമ്പോൾ കൊച്ചിക്കാണ് കുറവ് എപ്പോഴും. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നിറങ്ങിയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് ട്രിവാൻഡ്രം പോകാറാണ് പതിവ്. അങ്ങനെ പതിവ് പോലെ തന്നെ കൊച്ചിയിൽ വന്നിറങ്ങി നമ്മൾ ബെൽറ്റിൽ നമ്മൾ ലഗേജ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്ട്രോളറും ഉണ്ടായിരുന്നു ഇവൻ്റെ, അതും കിട്ടണമായിരുന്നു. അപ്പോൾ ഇവനെ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ആൾക്കാരില്ലാത്ത ഭാഗത്ത് നിലത്തുകൊണ്ട് ഇറക്കി വിട്ടു. അവനും വലിയ ഹാപ്പി. അവൻ ഇത്ര നേരം ഇരിക്കില്ലായിരുന്നു, കുറച്ചൊന്ന് ഓടിക്കളിച്ച് നടക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ സ്ട്രോളർ ഏറ്റവും ലാസ്റ്റിലേ വരുള്ളൂ, അവർ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ ഡ്യൂട്ടി ഫ്രീയുടെ സൈഡിൽ വെച്ചേക്കണ ബാസ്ക്കറ്റൊക്കെ പിടിച്ച് കളിക്കുകയാണ്. കുറച്ച് നേരം അവൻ അതും കളിച്ചുകൊണ്ട് നിന്നു. പിന്നെ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാനായിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടനും വരണമായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രോളറും കിട്ടിയ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ചേട്ടന് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എന്തോ മഹാറാണിയുടെ പരസ്യത്തിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് പൂക്കളൊക്കെ ആയിട്ട്. അങ്ങനെ ചേട്ടനെത്തിയപ്പോൾ ചേട്ടൻ ആദ്യം ഞെട്ടി. ഇത്രയും പെട്ടി ഈ ബ്രസക്കകത്ത് കയറുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. ഇത് മുഴുവൻ കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വീടെത്തി. അമ്മ ഓടി വന്നിട്ട് എൻ്റെ ഡോറാണ് തുറന്നത്. ഞാൻ ബാക്കിലാണ് ഇരുന്നത്, പക്ഷേ കൊച്ച് ഫ്രണ്ടിലാണ് ഇരുന്നത് ചേട്ടൻ്റെ കയ്യിൽ. കൊച്ചൻ തിടി എന്നാണ് ആദ്യം ചോദിച്ചത്. നേരെ വന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ നിന്ന് കൊച്ചിനെ ഉറങ്ങുമായിരുന്നു. അവനെ എടുത്ത് നേരെ അകത്തേക്ക് കയറി. ഇതാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇനി നമുക്ക് പതുക്കെ നാട്ടിലുള്ള വീഡിയോസൊക്കെ പതുക്കെ ഇടാം. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.